നമസ്കാരം. ചോറ്റാനിക്കരയിലെ പവിഴമല്ലിത്തറയുടെ പ്രാധാന്യം എന്താണ്? പവിഴമല്ലിത്തറ സാധാരണയായിട്ട് ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായിട്ടാണ് കണക്കാക്കുക. ശ്രീമൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ദേവീ ചൈതന്യം ആദ്യമായി കാണപ്പെട്ട സ്ഥലം, അതാണ് ശ്രീമൂലസ്ഥാനം. അല്ലെങ്കിൽ ആദ്യമായി ഈ സാന്നിധ്യം ആവിർഭവിച്ചത്, അതാണ് ശ്രീമൂലസ്ഥാനം. ഇപ്പോൾ ചോറ്റാനിക്കര അമ്മ ആദ്യമായി സ്വയംഭൂവായി ആവിർഭവിച്ചത് ഈ പവിഴമല്ലിത്തറയിലായിരുന്നു എന്നാണ് ഐതിഹ്യം. പിന്നീട് അത് രണ്ട് മനകളുടെ അതിർത്തിയായിരുന്നു. ആ അതിർത്തിയിൽ കുറച്ചൊരു തർക്കമുണ്ടായി. എൻ്റെ ഭാഗത്താണ് ഈ ഭഗവതി, അല്ല മറ്റേ ആളുടെ ഭാഗത്താണ് എന്നുള്ള നിലയിൽ ഒരു തർക്കമുണ്ടായി. എന്തായാലും ആ തർക്കം തീരുമാനം ആവാൻ വേണ്ടി അന്നത്തെ കാലത്തെ മഹാരാജാവ് വന്നു. അദ്ദേഹം അത് ഒരു ചെറിയ ഒരു പാത്രം കൊണ്ട് അത് മൂടി വെച്ചു, ആ വിഗ്രഹം എന്നാ പറയാം. പക്ഷെ എന്തായാലും രാവിലെ നോക്കുമ്പോൾ ഈ മറ്റേ ആളുടെ ഭാഗത്ത്, അതായത് വടക്ക് ഭാഗത്തുള്ള ആളുടെ ഭാഗത്തേക്ക് ഭഗവതി മാറിയിരുന്നു. അതായത് ഭഗവതിയുടെ സ്വയംഭൂവായിട്ടുള്ള ആ വിഗ്രഹം ഇപ്പുറത്ത് കാണപ്പെട്ടു എന്നും, അതായത് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് കാണപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യങ്ങളും യുക്തികളും ആചരണത്തിൻ്റെ സത്യങ്ങളും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഒരു സത്യം നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴും ഈ ഒരു കഥയുടെ പിൻബലത്തിൽ പല സത്യങ്ങളും മൂടി വച്ചിരിക്കാം. അത് ചിലപ്പോൾ സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം. അതിനൊരു ദുരുദ്ദേശമൊന്നും ഉണ്ടാവില്ല, സതുദ്ദേശത്തോടു കൂടി. കാരണം പലപ്പോഴും ആളുകൾ അത് വേണ്ട പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദോഷമാവും എന്ന് കരുതി ഒരു സതുദ്ദേശത്തോടു കൂടി ഒരു കഥയുണ്ടാക്കി അങ്ങനെ പല ക്ഷേത്ര സംബന്ധമായ പല കാര്യങ്ങളും അങ്ങനെ മറച്ചു വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രീമൂലസ്ഥാനം എന്നത് ഇതൊരു കഥ, ഞാൻ ആദ്യം പറഞ്ഞു കഥയാണ്. പക്ഷെ ശ്രീമൂലസ്ഥാനമുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ തന്നെ ശ്രീമൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതുപോലെ മറ്റു പല ദേവീക്ഷേത്രങ്ങളിലും ഈ ശ്രീമൂലസ്ഥാനം നമുക്ക് കാണാൻ കഴിയും. എന്താണ് ശരിക്കും ഈ ശ്രീമൂലസ്ഥാനം കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും കാണാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ജീവസമാധിയോ അല്ലെങ്കിൽ സമാധിയോ ഉണ്ടാവും. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അത് ഈ ആദ്യമായി ഈ ദേവതയെ കണ്ടെത്തി ആചരിച്ച ആ ആളുടെ ഒരു സമാധി പോലെ ഉണ്ടാവും. മറ്റ് സ്ഥലങ്ങളിൽ അതിരഹസ്യമായ ഏതെങ്കിലും ഒരു ഉപാധി, ഇപ്പോൾ ശ്രീചക്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രങ്ങളോ ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ട് അത് ശ്രീമൂലസ്ഥാനം ആയിട്ട് വയ്ക്കാം. അങ്ങനെ വയ്ക്കാം. ഈ ചൈതന്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ശ്രീമൂലസ്ഥാനത്തായിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൂകാംബികയിലും അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. കൊടജാദ്രിയിലെ സ്ഥലം ദേവിക്ക് കുറച്ച് പ്രാധാന്യവും ഏതാണ്ട് അതൊരു ശ്രീമൂലസ്ഥാനമായിട്ട് കാണപ്പെടുന്നു എന്നുള്ള ഒരു വാദഗതിയും ഐതിഹ്യമൊക്കെ ഉണ്ട്. ശ്രീമൂലസ്ഥാനം ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു സ്ഥാനം. ചോറ്റാനിക്കരയിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു രഹസ്യ സ്വഭാവം ഈ ശ്രീമൂലസ്ഥാനത്തിനുണ്ട്. ഈ പ്രധാന ദേവിയുടെ ചോറ്റാനിക്കരമ്മയുടെ ഉപാധിയായിട്ടുള്ള ആ രുദ്രാക്ഷശിലയും ഈ പവിഴമല്ലിത്തറയുമായി ഒരു വലിയ അന്തർധാരാ ബന്ധം ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ആചരണ വിഷയങ്ങളിലും ഈ പവിഴമല്ലിത്തറ അങ്ങനെ ക്രോസ് ചെയ്ത് വിലങ്ങി പോവാറില്ല ചില വിഷയങ്ങളിൽ. അപ്പോൾ ഈ പവിഴമല്ലിത്തറയും ഈ പ്രധാന ശ്രീകോവിലുമായിട്ട് ചൈതന്യത്തിൻ്റെ ഒരു അന്തർധാര ബന്ധമുണ്ട്. മറ്റൊന്ന്, എപ്പോഴും പലർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ്, എന്തോ ഒരു വലിയ ചൈതന്യം ഈ പവിഴമല്ലിത്തറയിൽ ആൾക്കാർക്ക് അനുഭവപ്പെടും.
അവിടെ പൂജയില്ല, വിളക്കുവയ്പ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾക്ക് വളരെ ഒരു മനഃശാന്തി കിട്ടും. എന്തോ ഒന്ന് അതിലേക്ക് അവരെ ആകർഷിക്കുന്നതായിട്ട് തോന്നും. അതേപോലെ തന്നെയാണ് പവിഴമല്ലിത്തറയുടെ അടുത്തുള്ളതാണ് കാടിക്കുഴി. അതായത് തടപ്പള്ളിയിലെ കാടിയൊക്കെ വന്ന് വീഴുന്ന കാടിക്കുഴി. ഈ കാടിക്കുഴിക്ക് അവിടെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ബാധോപദ്രവമുള്ളവർ ഈ കാടിക്കുഴിയിൽ ചാടി ഈ ദേവിയുടെ ഈ തടപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ കാടിവെള്ളം കുടിച്ച് എന്നിട്ടാണ് സത്യം ചെയ്യുക. ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം എന്നുള്ള ബാധ സത്യം ചെയ്യുന്നത് അങ്ങനെയാണ്. ആ കാടിക്കുഴിയിൽ ചാടി ആണ് ബാധ ശരീരത്തിന് ഒഴിഞ്ഞു പോവുക. അപ്പം അങ്ങനെ അത് പവിഴമല്ലിത്തറയുടെ ഏതാണ്ട് ഒരു മുൻഭാഗത്ത് തന്നെയാണ്. ഇതെല്ലാം പവിഴമല്ലിത്തറയുടെ ഒരു പ്രാധാന്യത്തെ കാണിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് എപ്പോഴുമുള്ള പവിഴമല്ലിയാണ്. പവിഴമല്ലി ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ. അതാണല്ലോ ചോറ്റാനിക്കരയുടെ കഥ പവിഴമല്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ പവിഴമല്ലിക്ക് ഒരു വല്ലാതെ ദുഃഖമുണ്ട്. പവിഴമല്ലി നിശാഗന്ധിയാണ്, രാത്രിയിലാണ് അത് പുഷ്പിക്കുന്നത്. അപ്പോൾ നിശാഗന്ധിയായിട്ടുള്ള പൂക്കൾ പൂജയ്ക്ക് എടുക്കില്ല. പാവം പവിഴമല്ലി പൂത്ത് വരുമ്പോഴേക്കും ഭഗവതിയുടെ നട അടയ്ക്കും. ഭഗവതിയുടെ നട തുറക്കുമ്പോൾ ഈ പവിഴമല്ലി ഭൂമിയിൽ കൊഴിഞ്ഞു വീണിട്ടുണ്ടാവും. അങ്ങനെ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവിഴമല്ലിക്ക് ഭഗവതിയുടെ പൂജയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇതൊരു രസമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ പവിഴമല്ലി എന്ന ആ വൃക്ഷം സാധാരണ ദേവി ഉപാസനയും ഈ ദേവി ഉപാസകരുമായിട്ടും വളരെ ബന്ധമുണ്ട്. പവിഴമല്ലിപ്പൂ കൊണ്ട് ശാക്തേയ രീതി ആചരിക്കുന്നവർ പവിഴമല്ലിപ്പൂ കൊണ്ട് ദേവിയെ പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പൗർണമി ദിവസം പവിഴമല്ലിയുടെ കീഴിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രനെ നോക്കി ദേവി ഉപാസന ചെയ്യുന്ന അനവധി സാധകന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദേവി ഉപാസനയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഈ പവിഴമല്ലി എന്ന ചെടിക്കുണ്ട്. ഒരുപക്ഷെ ധാരാളം മഹാത്മാക്കൾ ഈ ചോറ്റാനിക്കരയിലെ പവിഴമല്ലിയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈ പൂർണ്ണചന്ദ്രനെ ധ്യാനിച്ച് ആ ദേവിയിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് മൂലസ്ഥാനമാണ് ഭഗവതിയുടെ. അതുപോലെ തന്നെ അസംഖ്യം തപസ്വികളുടെ ഒരു കേന്ദ്രഭാവവും അനേകം പേർ തപസ് ചെയ്ത് മുക്തി ആർജിച്ച ഒരു സ്ഥലവും കൂടി ആവാം അതായിരിക്കാം അത്രയും പ്രാധാന്യം അതിന്. നമുക്ക് അങ്ങനെ പറയാൻ കഴിയൂ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഈ ഒരു യുക്തിഭദ്രമായി നമ്മൾ നോക്കുമ്പോൾ പവിഴമല്ലി ദേവി ഉപാസനയുടെ വലിയ, പ്രത്യേകിച്ച് പൗർണമി ഉപാസനയുടെ, കാരണം ഈ പൗർണമിയുടെ പൂജയിലാണ് സാധാരണ വെള്ളപ്പൂക്കൾ ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നത് പൗർണമി പൂജയ്ക്കാണ്. അതിൽ ഈ പവിഴമല്ലിയുടെ ഇപ്പോൾ കേരള സമ്പ്രദായ പ്രകാരം മാത്രമാണ് ഈ പവിഴമല്ലിപ്പൂക്കൾ പൂജയ്ക്ക് എടുക്കാത്തത്. മറ്റുള്ള ഭാരതത്തിൽ എല്ലായിടത്തും പവിഴമല്ലിപ്പൂക്കൾ വളരെ വിശേഷമാണ് പൂജയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടി ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ കൽപ്പിക്കണം. ഞാനിതെല്ലാം പറയാൻ കാരണം, നമ്മൾ കഥകളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിന്നാൽ നമുക്ക് സത്യം മനസ്സിലാവില്ല. സത്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ സത്യത്തിലേക്ക് എത്തില്ല. നമ്മളിങ്ങനെ ഓരോരോ കഥകളുടെ പുറകെ ഇങ്ങനെ പോവും. കേരളത്തിലോ ഭാരതത്തിലോ എത്ര ക്ഷേത്രങ്ങൾ എടുത്താലോ അതിലൊക്കെ ഓരോ 1000 കഥകൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. കഥയേത്, സത്യമേത്, ഇത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഒരു സാധകന്, ഒരു ഉപാസകന് ആ വഴിയിലൂടെ മുന്നേറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ കഥകൾ ആ ലക്ഷ്യത്തെ തെറ്റിച്ച് ഈ സാധകനെ, ഉപാസകനെ തെറ്റായ ദിശയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ കൂടി നമ്മൾ തന്ത്രശാസ്ത്രത്തിൻ്റെയും ഉപാസനാ പദ്ധതികളുടെയും മന്ത്രശാസ്ത്രത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു സമയം കൂടി ആയിരിക്കുന്നു. നമസ്കാരം.